ദുബായ് ഹാർബർ മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം വേഗത്തിലാക്കുന്ന പുതിയ മേൽപ്പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. ഈ മാസം അവസാനത്തോടെ പാലം യാത്രക്കാർക്കായി തുറന്നുകൊടുക്കും. 12 മിനിറ്റിൽ നിന്നും 3 മിനിറ്റാക്കി യാത്രാസമയം കുറയ്ക്കുന്ന വിധത്തിലാണ് നിർമ്മാണമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും ദുബായ് ഹാർബറിലേക്ക് 1.5 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തിയായെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇരുഭാഗത്തേക്കും 2 ലൈനുകൾ വീതമുള്ളതാണ് പുതിയ മേൽപ്പാലം. മണിക്കൂറിൽ 6000-ഓളം വാഹനങ്ങൾക്ക് കടന്നുപോകാം. ഈ മാസം അവസാനം ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും ദേര ജബലലി ഭാഗത്തേക്കുള്ള മേൽപ്പാലം തുറക്കും. ദുബായ് ഹാർബറിൽ നിന്നും അൽ നസീം സ്ട്രീറ്റിലേക്കുള്ള പുതിയ പാത അടുത്ത മാസമാകും യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുക. നഗരത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ദുബായ് ഹാർബർ. ബ്ലൂ വാട്ടേഴ്സ്, ബുർജ് അൽ അറബ് തുടങ്ങിയ മേഖലകളോട് ചേർന്ന് കിടക്കുന്നതാണ് ദുബായ് ഹാർബർ. ഷമാൽ ഹോൾഡിംഗ്സുമായി ചേർന്ന് നടത്തുന്ന റോഡ് വികസനം മേഖലയിലെ താമസക്കാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്ന് RTA ചെയർമാൻ മതാർ അൽ താഹിർ അഭിപ്രായപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.